മാമോദീസായെ അനുസ്മരിക്കുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ മുതിർന്നവർക്കുള്ള മാമോദീസ നൽകിയിരുന്നത് ഈ വലിയ ശനിയാഴ്ചയായി. അതിനുശേഷം അവർ ഈസ്റ്റർ എന്ന് കുർബാന സ്വീകരിച്ചുകൊണ്ട് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ വലിയ അനുസ്മരണവും ആചരണവുമായി നമ്മളൊരു മാമോദീസ ചെറുപ്പത്തിലെ നമ്മൾ സ്വീകരിച്ചു. ആ മാമോദീസായി നമ്മൾ ഏറ്റുപറഞ്ഞ ആ സത്യം നമുക്ക് വേണ്ടി നമ്മുടെ പലർക്കും ഏറ്റുപറഞ്ഞ ആ വിശ്വാസത്യങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി കൂടുതൽ ബോധ്യത്തോടെ നമ്മുടെ ക്രൈസ്തവ ധർമ്മങ്ങൾ പാലിക്കുവാനായിട്ട് നമ്മൾ വീണ്ടും വാക്കുകൊടുക്കുകയും അതോടൊപ്പം തന്നെ ലോകത്തിന് പ്രകാശമായി നമ്മളിൽ കടന്നു വന്ന ഈശോയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൽ പ്രകാശം പരത്തുന്നവരാണെന്നുള്ള ആ വലിയ ചിന്തകൾ ഇന്ന് നമ്മൾ അതിൻ്റെ സൂചനമായിട്ടുള്ള തിരി കത്തിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശമായി ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നതിന് അടയാളമായിട്ടാണ് ഈ കർമ്മങ്ങൾക്കിടയിൽ തിരി കത്തിച്ചുകൊണ്ട് ദൈവം തെളിയിച്ചുകൊണ്ട് നമ്മൾ ആചരണം നടത്തപ്പെടുക. നമുക്ക് ഈ കർമ്മങ്ങളിൽ അതിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവിൻ്റെ ആ പീഡാസഹന മരണം എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ആ വലിയ രക്ഷയ്ക്ക് നിദാനമായി ഭവിച്ചു. അത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മളൊരു ക്രിസ്ത്യാനി ആകാനായിട്ട് ദൈവത്തിന് എനിക്ക് അവസരം തന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് ഞാൻ കാണേണ്ടതായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ഒത്തിരിയേറെ അഭിമാനം കൊള്ളേണ്ടതാണ്. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഉറപ്പാണ്, ഈ ലോകത്തിൽ ഈശോയുടെ വചനമനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് നിത്യമായ ജീവിതം, സന്തോഷത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ ഒരു ജീവിതം ഈശോയോടൊപ്പം എനിക്ക് ലഭിക്കും എന്നുള്ള വലിയ ആ വാഗ്ദാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ച് ഈ ക്രൈസ്തവ വിശ്വാസത്തിലൂടെ സഹനങ്ങളും ത്യാഗങ്ങളും കഷ്ടതകളൊക്കെ സമുച്ചതയോടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുക. അതിനുള്ള കരുത്താർജിക്കാനായിട്ട് ഓരോ ഉദാശമേറുന്നതിലൂടെയും ഈശോ പരിശുദ്ധാത്മാവിലൂടെയും നമ്മൾ ശിക്ഷപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹത്തോടെ, സഹോദര്യത്തോടെ, പരിഗണനയോടെ നമ്മളെല്ലാവരും ഒറ്റ ലക്ഷ്യവും നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് പണ്ഡിതനായാലും പാമരനായാലും ധനികനായാലും ദരിദ്രനായാലും രോഗിയായാലും ആരോഗ്യമുള്ളവനായാലും ബുദ്ധിമാനായാലും ബുദ്ധിയില്ലാത്തവനായാലും യേശുവിനുള്ള വിശ്വാസത്തിൽ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ, നമുക്കൊന്നു ചെയ്യണമെന്ന് സ്വർഗത്തിൽ എത്തിച്ചേരുക. ഈശോ ഒന്നും നമുക്ക് ഓഫർ ചെയ്തിട്ടില്ല, ഒറ്റ ലക്ഷ്യത്തോടും നമ്മളെല്ലാവരും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ വലിയ സ്ഥാനമാനം ഓഫർ ചെയ്തിട്ടില്ല, ഈ ലോകത്തിൽ വലിയ സമ്പത്ത് ഓഫർ ചെയ്തിട്ടില്ല. ഒറ്റ കാര്യം, നിങ്ങൾ എന്തിനും വിശ്വസിച്ചാൽ നിനക്ക് പുനരുത്ഥാനമുണ്ട്, നിനക്ക് ജീവിതമുണ്ട് എന്ന ഒറ്റ ഓഫർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ചിന്തയോടെ ബോധ്യത്തോടെ ജീവിക്കാനും പരസ്പരം എല്ലാവരെയും പരിഗണിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. Shavi, Pratyasya
അത്ഭുതകരമായ വിധാനത്താൽ ലോകത്തെ അനുദരിച്ച കർത്താവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മാമോദീസായിലൂടെ പുതുജന്മം നൽകുകയും പാപമോചനത്തിലൂടെ ഞങ്ങളെ അനുരഞ്ജിപ്പിക്കുകയും ചെയ്ത നിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്തിനും പ്രത്യാശയിലും സ്നേഹത്തിന് വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ നിന്റെ ഉയർപ്പിന്റെ മഹത്വത്താൽ ധന്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ പിതാക്കന്മാർ അങ്ങിൽ ആശ്രയിച്ചു, അവർ അങ്ങിൽ ശ്രദ്ധ വെച്ചു, അപ്പോൾ അങ്ങ് അവരെ രക്ഷിച്ചു. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സംരക്ഷകനായ കർത്താവേ, നമുക്ക് പ്രത്യാശയർപ്പിക്കാം. അങ്ങയുടെ മക്കൾ നിലവിളിച്ചതിനാൽ അവർ രക്ഷിക്കപ്പെട്ടു. അങ്ങയെ ആശ്രയിച്ചതിനാൽ അവർ ലജ്ജിതരായില്ല. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമൃദ്ധമായ പൊൻതലകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമേകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ ആനയിക്കുന്നു. തിരുനാമത്തെ പ്രതി എന്റെ ആത്മാവിനെ നീതിയുടെ മാർഗത്തിലൂടെ അവിടുന്ന് നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീടുന്ന അങ്ങയിലൂടെ നടന്നാലും അങ്ങയിലൂടെ കൂടെയുള്ളതിനാൽ അനർത്ഥമൊന്നും ഞാൻ ഭയപ്പെടില്ല. ഭൂമിയും അതിലെ സമസ്തവും ലോകവും അതിലെ നിവാസികളും കർത്താവിന്റേതാവുന്നു. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എന്നെ അറിയിക്കണമേ, അങ്ങയുടെ ഊടുവഴികൾ എന്നെ കാണിക്കണമേ. അങ്ങാണല്ലോ എന്റെ ദൈവവും രക്ഷകനും. എല്ലാ ദിവസവും അങ്ങേയ്ക്കായി ഞാൻ കാത്തിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവനാരാണ്? ഞാൻ തിരഞ്ഞെടുത്ത മാർഗം കർത്താവ് അവനെ പഠിപ്പിക്കാം. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ സ്തുതിയുടെ ബലികൾ അർപ്പിക്കും. അവിടുത്തെ ഞാൻ പാടി പുകഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സംരക്ഷകനായ കർത്താവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ ബഹുമാനത്തിനായി
പാപങ്ങളിൽ മോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിയുടെ നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. സ്വതന്ത്രനായവൻ മരിച്ചവരുടെ ഇടയിൽ സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിയുടെ നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിയുടെ നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം മഹത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധന് സ്തുത്യർഹൻ ബലവാനമർദ്ദനമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. എന്റെ പ്രബോധനത്തിൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിന്റെ നാഥരാലയവും വാഴ്ത്തപ്പെടാനാകട്ടെ.
ദാവീദ് പറഞ്ഞ ജനം മോശയ്ക്കെതിരെ ആരാധപ്പെട്ടുകൊണ്ട് കൊടുത്തു. നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാവീദ് ചാടട്ടെ എന്ന് കരുതിയെന്നോ? മൂസ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവർ എന്നെ കല്ലെറിയും. കർത്താവ് മൂസയോട് അരുളി ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിന് മുൻപേ പോകുക. നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കൈയെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുൻപേ പുകയിലെ പാറയെ ഞാൻ നൽകും. നീ ആ പാറമേൽ ഇരിക്കണം. അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മൂശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മൂശ ആ സ്ഥലത്തിന് മാസ എന്നും ഗറീബ എന്നും പേരിട്ടു. എന്റെ ഇഷ്ടത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു. അവർക്ക് ചിത്രമടി പാദത്തിൽ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവരുടെ നിലവിളി കേട്ടു. അവർ തന്നെ ആഴത്തിലേക്ക് മുതിർവത്തിലേക്ക് പിടിച്ചെടുത്തു. പ്രഭാവം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസത്തിലായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു. ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു. പായ എന്റെ തലയെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു. പർവ്വതങ്ങൾ വേരുവാക്കിയിരിക്കുന്ന സമുദ്രത്തിന്റെ അടിത്തത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്റെ ജീവനെ പാദത്തിൽ നിന്ന് മുക്കിയെടുത്തു. എന്റെ ജീവൻ മരിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശുദ്ധത കഴിയുന്നു. എന്നാൽ ഞാൻ നിരക്തത സ്തോത്രങ്ങൾ ആരംഭിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ എന്റെ നേർച്ചകൾ നിർവഹിക്കും. കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവ് മനുഷ്യത്തോട് കൽപ്പിച്ചു. അതിയോനായ കരയിലേക്ക് ചർച്ചിട്ടു. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ മാമോദീസ രഹസ്യത്തിൻ നിർമ്മലമാകും സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. മഹിമാവല്ലോ വാനിലും ഓഴിയിലും തിങ്ങി വിളങ്ങുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാം ഹല്ലേലൂയ ഗീതികളാം മാമോദീസ രഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നിത്യപിതാവിനും സുതനും മൃഗായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാം ഹല്ലേലൂയ ഗീതികളാം മാമോദീസ രഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാം ഹല്ലേലൂയ ഗീതികളാം മാമോദീസ രഹസ്യത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ, പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ശ്രദ്ധിക്കണമേ. ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ മാമോദീസായ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. മിശിഹ മനുഷ്യന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിന് അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായോട് കൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്ന് ഈശോ മിശിഹായെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നമ്മുടെ പിതാവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെന്നോടരുളി ചെയ്തു, നീയല്ലോ മമ വത്സലപുത്രൻ. ഞാനിന്നേകി നിനക്കായി ജന്മം ചോദിക്കുക നീ എന്നോടെന്നും. കരയുടെ അതിരുകൾ നീളാകും, ജനതകളധികം നിന്നവകാശം. കാരണമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 28 1 മുതൽ 20 വരെയുള്ള തിരുവചനം. പിന്നീട് സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നൽക്കിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറപ്പുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുകയും വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുകയും
ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ വേഗം കടന്നുവിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി അവന്റെ ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ ഓടി. അപ്പോൾ ഈശോ എതിരെ വന്ന് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞു. അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എന്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അവർ പോയപ്പോൾ കവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു. അവരും പ്രമാണിമാരും കൂടിയാലോചിച്ച ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രി അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധികാരിയുടെ ചെവിയിലെത്തിയാൽ ഞങ്ങൾ അവരെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു. ഈ കഥ ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു. അനന്തരം ഈശോ നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ചിലരാകട്ടെ സംശയിച്ചു. ഈശോ അവരെ സമീപിച്ചരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർ മാമോദീസ നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുകയും ഇതാ യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരരെ, ആദിമസഭയിൽ പനിയാഴ്ച മാമോദീസ നൽകുന്ന പതിവുണ്ടായിരുന്നു. ഈ പതിവ് ചില സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ സൈഡിലൂടെ നാം മിശിഹായോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന പൗലോസ്ലിഹയുടെ വാക്കുകൾ ഓർമ്മിക്കുക. അതുപോലെ പാപത്തോടെ മരിച്ച് മിശിഹായോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കുവാൻ ഏറ്റവും ഉചിതമായ ദിനം ഇന്നാണല്ലോ. തുടർന്ന് വരുന്ന തിരുക്രമങ്ങൾ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളം വ്യഞ്ചരിച്ച് നമ്മുടെ മേൽ കളിച്ചുകൊണ്ട് മാമോദീസ ജലത്തിലൂടെ നമുക്ക് പുതുജന്മം ലഭിച്ചതിനെ നാം ഓർക്കുന്നു. ദീപം കൊളുത്തി ലോകത്തിന് പ്രകാശമായി മിശിഹായെ അനുസ്മരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുന്നു. മാമോദീസയുടെ അവസരത്തിൽ നമ്മുടെ വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. സഭയുടെ വിശ്വാസത്തിനെ ഏറ്റുപറഞ്ഞ് മിശിഹായിൽ നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇവിടെ തന്നെ വെള്ളം വിജയിക്കുകയാണ്. വെള്ളം വിചരിച്ച് ഇവിടെ എല്ലാവരും അറിയിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമ്മളതിനെ കുറച്ചുകൂടി ബോധത്തോടെ ആ ഒരു ചിന്ത മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. ഈ ലോകം അധികനാൾ എനിക്ക് നൽകപ്പെട്ടിട്ടില്ല, കുറച്ച് നാളത്തേക്ക് ഏറിയ 80-90 ഇന്ന് അത്രയും ദൂരം എത്തുന്നില്ല. നമുക്കറിയാൻ വേണ്ടി ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓരോ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതോടൊപ്പം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി നമ്മൾ കാത്തോർത്ത് അല്ലെങ്കിൽ നമ്മൾ വളരെയേറെ സ്വപ്നം കാണുന്ന ആ നിത്യമായ സ്വപ്നത്തിൻ്റെ ആ ജീവിതത്തെ പ്രാപിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാനും നന്നായി പ്രവർത്തിക്കാനും ഉത്സാഹത്തോടെ തീഷ്ണതയോടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ വക്താക്കളായി ലോകത്തിൽ പ്രകാശമായി ഇരിക്കുന്ന സാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മാമോദീസയിലൂടെ ആത്മീയമായി യോഗാനുവദിച്ച് ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേലിറങ്ങി വസിച്ചവനും ഞങ്ങളുടെ പഴയ പ്രകൃതിയെ നവീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവസിച്ച് ഇതിനെ വിശുദ്ധീകരിക്കട്ടെ. ആത്മാവിനെയും ശരീരത്തെയും പ്രവർത്തനീകരിക്കുവാനും ജീവിതം നവീകരിക്കുവാനും ശക്തിയോടെ ഈ ജലത്തിൽ പ്രദാനം ചെയ്യട്ടെ.
ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മക്കളുടെ സ്ഥാനത്ത് ഞങ്ങളെ ഉയർത്തുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അഭംഗുരം കാത്തു വഹിക്കുവാനും നിത്യസൗഭാഗ്യം നൽകാനുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും. സർവോന്നതനാം കർത്താവേ, പാവനസുതനാം ഈശോയേ, തന്നതിനാദരപൂർവ്വമിതാ നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു. കാരുണ്യത്താൽ ഞങ്ങളെ നീ പാരിൽ ദൈവിക സുതരാക്കി, മാമോദീസ സരികത്താൽ ഞങ്ങൾക്ക് നീ പുതുജീവൻ. പരിപാവനമീ സരികത്താൽ മാനവരംഗം നാഗാതാവക നൈവയ്യം മധ്യാത്മാവിൽ തിരയുന്നു. ഇന്ന് വിശുദ്ധ ജലത്താലേ നൽകിയ ദാനം നിഷ്കുലമാം കർത്താവേ, നിൻ കരുണയ്ക്കായി സ്തുതിയും സ്തോത്രവും എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാലത്ത് നടക്കുകയില്ല എന്നുള്ള ചിന്താപിശുക അന്ധകാരം നീക്കി നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോ വളർന്നിടുന്ന ദീപമേ, ദീപമേ സ്വർലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോ വളർന്നിടുന്ന ദീപമേ, വിജയത്തിൻ പൊൻകൊടി മാറി പറന്നു വന്നു, മരണത്തിൻ കോട്ടകളെല്ലാം തകർന്നു വീണു, വിജയത്തിൻ പൊൻകൊടി മാറി പറന്നു വന്നു,
ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോമണങ്ങിടുന്ന ദീപമേ. നമ്മളിപ്പോൾ മാമോദീസ വ്രതനവീകരണം നടത്തുകയാണ്. നമ്മൾ മിക്കവരും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മാമോദീസ സ്വീകരിച്ചവരാണ്. അന്ന് നമ്മുടെ മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളുമാണ് നമുക്ക് വേണ്ടി സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞത്. ആ വിശ്വാസ സത്യങ്ങൾ നമുക്കിപ്പോൾ ബോധപൂർവം ഏറ്റുപറയാം. പ്രിയ സഹോദരരെ, നമുക്കൊരുമിച്ച് സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റുപറയാം. മറുപടിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാം. സർവശക്തനും പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കു മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്തയുമാകുന്നുവെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്ന് വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായാലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. നാം ഏറ്റുപറഞ്ഞ വിശ്വാസമനുസരിച്ച് തുടർന്നും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാമോദീസ നവീകരണ പ്രാർത്ഥനയാണ്. അത് ചരിത്രമുറയിൽ അവർക്ക് വീക്ഷിച്ചൊല്ലുക. കാരുണ്യവാനായ ദൈവമേ, കരുണാവാനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാ വഴി അങ്ങയുടെ പുത്രനായ മിശിഹാ വഴി ഞങ്ങളെ രക്ഷിച്ചതിന് ഞങ്ങളെ രക്ഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മാമോദീസായും തൈലാഭിഷേകവും വഴി മാമോദീസയും തൈലാഭിഷേകവും വഴി ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും സഭയിൽ അംഗങ്ങളുമായി സഭയിലെ അംഗങ്ങളുമായി ഞങ്ങളെ ഉയർത്തിയതിന് അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് അനുസൃതമായി ജീവിതം നവീകരിക്കുവാനും ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പാപികളെ വിളിക്കാനും പാപികളുടെ മധ്യത്തിലേക്ക് വന്ന കാരുണ്യവാനായ കർത്താവേ, പാപികളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം, സുഖമുള്ളവർക്കല്ല എന്ന് അവിടെ നൽകിച്ചിട്ടുണ്ടല്ലോ. രോഗികളും പാപികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ. മാമോദീസ വഴി ദൈവപുത്ര സ്ഥാനത്തേക്ക് അങ്ങ് ഞങ്ങൾ ഉയർത്തി. എങ്കിലും ദൂർത്തപുത്രനെ പോലെ ഞങ്ങൾ അങ്ങിൽ നിന്നും അകന്നുപോയി. അങ്ങയുടെ മക്കളെന്ന് വിളിക്കപ്പെടാൻ ഞങ്ങൾ അറിവില്ല. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ലോകത്തിലെ സമാധാനവുമായ രക്ഷകായി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ശത്രുതയും വിരോധവും കോപവും പ്രതികാര ചിന്തയും വെടിഞ്ഞ് പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കം. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷണിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷണിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹാ അരുളി ചെയ്തിരിക്കുന്നു.
സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളം പറയുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ സ്നേഹം ഒട്ടേറെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു എന്ന് പത്രോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. ഈ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ ആദിമ ക്രിസ്ത്യാനികൾ പാലിച്ചു പോകുന്ന പരസ്നേഹം മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മാമോദീസായും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയും സ്വീകരിക്കുന്നവർ മറ്റുള്ളവരോട് ക്ഷമായാചനം ചെയ്ത് ക്രിസ്തീയ സ്നേഹം സുദൃഢമാക്കാൻ ശ്രമിച്ചിരുന്നു. അവരെ അനുകരിച്ച് നമുക്കും ഈ അവസരത്തിൽ പരസ്പരം ക്ഷമിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ പരിശ്രമിക്കാം. കാർമികൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. നമ്മുടെ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഹൃദയം കൊണ്ട് എല്ലാവരോട് ക്ഷമിക്കാനും നമ്മുടെ മനസ്സിൽ ചിലവരൊക്കെ ചെറിയ വെറുപ്പുകളുണ്ടാകും, പക്ഷെ നീരസങ്ങളുണ്ടാകും. അതെല്ലാം കത്താനും തരമായി കത്തായി പ്രവൃത്തി എൻ്റെ വാക്കും പ്രവർത്തികളും ചിന്തകളും ആർക്കെങ്കിലും ഉപകരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് ഹൃദയത്തെ കർത്താവിനോട് മാറ്റി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പ്രമാണം ഏച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന്റെ പ്രമാണവുമായി ലോകത്തിലേക്ക് വന്ന കർത്താവേ, പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കടങ്ങളെല്ലാം വീട്ടിക്കൊള്ളാമെന്ന് കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ഭക്തിയോടും കൂടെ നമ്മൾ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥിക്കാം. നാൽപ്പതിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിനും പ്രാർത്ഥനയും ചെലവഴിച്ച മിശിഹായെ തപസ്സിന്റെയും പ്രാർത്ഥനയും ശയനത്തിൽ ജീവിക്കാനും പ്രാർത്ഥനാരൂപിയിൽ വളരാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മറ്റുള്ളവരുടെയും പാവങ്ങളെ അനുഷ്ഠിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്താലോ ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നറിയിച്ച മിശിഹായെ മാമോദീസയുടെ പരിചയം പ്രാപിച്ച് ഞങ്ങളെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്കരിക്കപ്പെടുകയും മതത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത മിശിഹായെ പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിച്ച് ഞങ്ങളെ ഉദ്ധാര പ്രതീക്ഷയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാമോദീസയിലൂടെ ദൈവിക ജീവൻ ഞങ്ങൾക്ക് പ്രാധാന്യം ചെയ്യുന്ന മിശിഹായെ ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിച്ച് നിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ നൽകണമെന്ന് കൽപ്പിച്ച മിശിഹായെ മാമോദീസയിലെ പ്രകാശത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും ഉദ്യോഗത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലപ്പന നേത്രാശിഷം മാർ അഫ്രമത്തരപ്പെടുത്തായും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ തോമസ്മത്തരപ്പെടുത്തായും ഞങ്ങളുടെ പിതാവ് അധ്യക്ഷമായ മാർ ദോഷപത്രാനെയും മറ്റെല്ലാ പത്രാന്മാരെയും ആഗ്രഹങ്ങൾ നൽകി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാം രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശുമരണം വഴി ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ മാമോദീസായുടെ ദൈവിക
വിശുദ്ധ ജീവിതം വഴി മാമോദീസായുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നിന്റെ സാക്ഷികളായി വർത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾക്കായി പ്രേരണ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹിയുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്ങി നിൽക്കണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും ശക്തിയോടും കൂടെ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാവധി യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളുമായി രക്ഷപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തനങ്ങളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ആയുധം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടുത്താൻ അനുഗ്രഹം ചെയ്തവർ ഭക്തിയും ശ്രദ്ധയോടും കൂടെ വിശ്വാസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ഭൂമി മുഴുവൻ സന്തോഷിക്കട്ടെ. ഉദ്ധാനം ചെയ്തോ രക്ഷാകരമീ സന്ദേശം ഉലകിനു നൽകി പ്രത്യാശ. മാർഗം തെറ്റിയ ജനതയെ നേർവഴി ചേർത്തു നയിക്കുന്നു. നാഥൻ നല്ലിടയൻ. അവിടുത്തെ മഹത്വം ഭൂമിയിൽ നിന്നും നിറയട്ടെ. കല്ലറയിൽ നിന്നും ഉദ്ധാനം ചെയ്തോ രക്ഷാകരമീ സന്ദേശം ഉലകിനു നൽകി പ്രത്യാശ. മാർഗം തെറ്റിയ ജനതയെ നേർവഴി ചേർത്തു നയിക്കുന്നു. നാഥൻ നല്ലിടയൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹമായി ലോകത്തിൽ സമാധാനം വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനങ്ങളോടുകൂടെ പാത്രാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസികളും മരിച്ച് ഈ ലോകത്ത് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായിക്കണം, രക്ഷിക്കണം, സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാന എന്നെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ.
ഞങ്ങളെ ഒന്ന് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അല്ലാത്തോടും സ്ഥിതി കൊടുക്കുന്ന കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ച് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദമുഖിൽ നിന്ന് ഇവിടെ രക്ഷപ്പെടുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കണം. ബലത്തിനുമായ രഹസ്യങ്ങൾ ഉദാശീലപ്പെടണം. പുരോഹിതന്റെ വാദിസം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വതന്ത്രേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. സമാധാനം നമ്മോട് കൂടെ. അങ്ങയുടെ മഹത്വമേറിയ ത്രയത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അവരുടെ സകലത്തെയും അനുകൂടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിവൈന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിയിറങ്ങി പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ഈശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവായി വേഗം വരുവോനും ധന്യൻ, ഉന്നത വീതിയിലോശാന. എന്റെ സഹോദരനെ കൃപാനിലകരുടെ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ.
അങ്ങയുടെ പകരത്തെ അവിടുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ലോകമൊഴികെ വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രേമത്തിനെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാലം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിശമായി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമാനങ്ങൾക്കാൽ ബഹുത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായിക്ക്, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേഖലാർച്ചുമാർ മെത്രാപ്പൊലീത്തായിക്ക്, ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായിക്കും, ഞങ്ങളുടെ പിതാവ് തിരുപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും, ഗുരുതന്മാർ ശംശാനമാർ സമർപ്പിതർ അന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികളോടും വിശുദ്ധ സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും
അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്ന് ഉപവാസം എല്ലാവരും അറിയട്ടെ. ഞങ്ങൾക്ക് ദൈവവുമായ വിശുദ്ധാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുന്നിൽ തരും. പരിശുദ്ധ സഭ മുഴുവനും വേണ്ടിയുള്ള നൈർമല്യവും ശുദ്ധീകരണം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാടും രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ദൈവജ്ഞനവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരനിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ ഇടകളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിനുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഭംഗിയും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങനെ അഭിഷിക്തി ഞങ്ങളുടെ രക്തത്താരക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. ലോകത്തിന്റെ നാനാഭാഗങ്ങളെ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവരെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ ശുശ്രൂഷകളെ സദൃശവും അവിടുത്തെ സിംഹാസനമായ ഇവിടത്തെയും ശരീരത്തിന്റെയും പരിപാടിമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിൽ സ്തുത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. കരുണാമയന കർത്താവേ, നിൻ സവിധേ വന്നു
പാടട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെയും അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാനോട് സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടി നമുക്ക് നിത്യജീവന ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുള്ള ശ്രമത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പ്രസാദിപ്പിച്ചും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചന യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ സ്വീകരിക്കുകയും പരിതാമോഹനാൽ പതിലരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പുള്ള ഐക്യത്തോടുകൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാക്കളുടെ രക്ഷിക്കാൻ കാരണമാകട്ടെ. ഇത് ജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യങ്ങളും ക്ഷമിക്കണമേ. അമൂല്യ ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സ്ഥലവിശുദ്ധരോട് വിധിച്ച് സ്തുതിക്കുവാൻ ഇടങ്ങളെ മഹത്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സമാധാനവും ഹൃദയങ്ങളുടെ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകളുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീടാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശുകൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവേ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയുടെ സൈനികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നുകൊണ്ടെന്ന സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ അനന്തകാരുണ്യത സുദൃഢവും ആരാധ്യവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അയോഗ്യരും പാപികളായ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. മാലാഖമാരുടെ പരിശുദ്ധരുടെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോയുടെ കൃപാവരം അവിടുത്തെ കാര്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ദൈവപുത്രൻ തന്റെ കുരിശുമരണം വഴി നമ്മെ രക്ഷത്തിനെ ഓർത്ത് സഭയിൽ നമുക്ക് നന്ദി പറയാം. സഹോദരരെയും വിശാല തിരിച്ചെടുത്തുകൾ സ്വീകരിച്ച് നമുക്ക് നവജീവൻ പ്രാപിക്കാം.
മനം പാടി നിൻ സ്തോത്രം ഇടം വനവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം സ്നേഹം തിരഞ്ഞ് ഒരുപാടു നീറി ഉള്ളിക്കൊടുങ്ങി തേങ്ങിക്കരയും ഒരു പാവമാണേ ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം ന്യായം ശ്രവിക്കാൻ നാളില്ലാതായി ഞാനെന്റെ നാവടക്കി പിഴ നിരത്തി തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്നോ ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം ഇടം വനവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ
കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സ്ഥിതി സന്തോഷിക്കാനുമാകട്ടെ. സകലത്തിലെയും നാഥായി ആമേൻ. പരിശുദ്ധമാരുടെ ഭാഗത്താൽ സുഖവും വിശുദ്ധവും ജീവിതാന്യം ദൈവമായ ഈ രസം അഭിമുഖിച്ച് ഇവർ പങ്കോളാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ തഥാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ നേരത്തെ തിരുക്കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് അനുസരിച്ച് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയും പ്രോഗ്രാമെല്ലാം ലൈവായിട്ട് ചെയ്ത ട്രെയിനിങ് പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങളിൽ തിരികൊണ്ടുവന്നിട്ടുള്ളവർ കുറവായ ശേഷം തിരികെ കൊണ്ടുകൊണ്ടുവന്നതെന്ന് വെച്ചാൽ അത് ആശുപത്രി നേടുന്നതാണ്. അതോടൊപ്പം തന്നെ വെള്ളം കൊണ്ടുപോകാനായിട്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുള്ളവർ പുറത്ത് വെച്ച് നൽകുന്നതാണ്. അത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ വെള്ളം കൊണ്ടുപോയി നമ്മുടെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി വെള്ളം വീട് ചുറ്റും തളിച്ച് ശുദ്ധീകരിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് ചെയ്യുന്ന 4 മണി മുതൽ 6 മണി വരെ ടൗൺ പാരിഷാളിൽ കുമ്പസാരത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നാളെ രാവിലെ വെളുപ്പിന് 3 മണിക്കാണ് നമ്മൾ ഈർപ്പിൻ്റെ തിരുക്കർമ്മം ഇവിടെ ആരംഭിക്കുക. അപ്പോൾ തന്നെ രാവിലെ 6 മണിക്ക് ടൗൺ പള്ളിയിലും 7 മണിക്ക് ഇവിടെയും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. ഈ കർമ്മങ്ങളെല്ലാവരും സമയമനുസരിച്ച് എത്തിച്ചേരുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാമോദീസ വഴി നിന്റെ
നിത്യസൗഭാഗ്യത്തിന് അർഹരായി തീരുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിരമുടു തമ്മിൽ വർഷിച്ചു ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭരമാതീര ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാണ്. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. വഴിയും ജീവനും അതുപോലെ സത്യവുമാകും വിശുദ്ധായി തിരുമുദ്ധാരത്തിൽ ഞങ്ങൾ പങ്കാളികളായി തീരുന്നു. മാമോദീസ വഴി ഞങ്ങൾ കൈക്കൊണ്ടല്ലോ നവജീവൻ. നിത്യവും അത് സംരക്ഷിക്കാൻ നിൻകൃപ ഞങ്ങൾ കേടണമേ. സാക്ഷികളാകണമെന്നെന്നും സുവിശേഷത്തിന് മധ്യരിവർ ജനമതമെല്ലാം അറിയട്ടെ. രക്ഷാമാർഗം നീ തന്നെ. ജീവനിരന്തര സ്നേഹമായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കഴിഞ്ഞ 24 വർഷക്കാലം ഞങ്ങളുടെ ഊർജ്ജനയുടെ പരിപാലനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ വലയം ചെയ്യുമ്പോൾ അങ്ങയുടെ പ്രകാശം ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഔദാർശിക ജീവിതത്തിലൂടെ ജീവിത സമൃദ്ധി നൽകുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ വിശ്വാസത്തിന്റെ ആഴത്തിന് ഞങ്ങളെ വളർത്തണമേ. ഈറിപ്പോവാത്ത വലയായ ഞങ്ങളുടെ തിരുസഭയിൽ ഞങ്ങൾ എക്കാലവും വസിക്കട്ടെ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, ഈശോവരം ചെയ്യാനുള്ള കഴിവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ പിതാവായ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തക്ക വിധം ഞങ്ങളുടെ വൈദികരെ ശുദ്ധരാക്കണമേ. വിശുദ്ധാനുഭവം സ്ഥാനമേ, ഈശോയുടെ സ്നേഹത്താലെല്ലാം സന്യസ്തരെയും ജ്വലിപ്പിക്കണമേ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ച പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വിശുദ്ധ കുർബാനയുടെ തുടർച്ചയാണ് ഞങ്ങളെ പഠിപ്പിക്കണമേ. സാന്ത്വന പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. പ്രാർത്ഥിക്കേ
തിരികെ ഉയർത്തപ്പെടുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ സ്തുതി ഭൂമിയുടെ സമാധാനം പ്രത്യാശപ്പോഴും നയിക്കും. പിതാവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്രിയകളോട് ആശീർവദിക്കുകയാണേ. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ അനുഗ്രഹിക്കുവാനും ആ പ്രകാശ ലോകത്തിൽ വരുത്തുവാനും ഞങ്ങളുടെ ദൗത്യമേൽപ്പിച്ച ഈശോമിശിഹായെ അങ്ങയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ തിരികളെയും ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഈ തിരി കത്തിക്കപ്പെടുന്ന എല്ലാ ഭവനങ്ങളെയും തിന്മയുടെ എല്ലാ അന്ധകാരത്തിലും പൂർണ്ണമായി വിടുതലുണ്ടാകുവാനും ഈശോയുടെ സാന്നിധ്യത്താൽ ആ ഭവനങ്ങൾ നിറയുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആ ഭവനങ്ങളിൽ സമാധാനം സന്തോഷം നിലനിർത്തുവാനും എല്ലാ രോഗികളിൽ നിന്നും എല്ലാവരിൽ നിന്നും സംരക്ഷിതാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. You
ജീവിതത്തിൻ